നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, വാട്സപ്പിൽ ഒക്കെ നമുക്ക് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മെസ്സേജ് അയച്ചു തന്നാൽ നമ്മളത് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഫോൺ ആരെടുത്താൽ അവർക്ക് വായിച്ചു നോക്കാം. മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാതെ നമ്മൾ സ്ക്രീനിലിരിക്കുന്ന മെസ്സേജുകൾ ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാൻ സാധിക്കും. അതെങ്ങനെ നമുക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ്. എല്ലാവരും ചെയ്തു വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നാണക്കേടാകും. പ്രിയപ്പെട്ട ആളുകളൊക്കെ അയക്കുന്ന മെസ്സേജ് മറ്റാളുകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മളറിയില്ല അവർ വായിച്ചോ എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മളോട് പറയുമ്പോഴായിരിക്കും നമുക്ക് അവർ നമ്മുടെ മെസ്സേജൊക്കെ വായിച്ചല്ലോ എന്നറിയാൻ സാധിക്കുക. അപ്പോൾ അതെങ്ങനെ ഓഫ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് വാട്സപ്പിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്, അത് ശരിയാക്കണം. അതിനുശേഷം നമുക്ക് മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. ഈ രണ്ട് സെറ്റിങ്സും അതിനകത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അതിനുവേണ്ടി ആദ്യം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ സെറ്റിങ്സ് അത് കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്ന് കാണും. രണ്ടാമത് കാണുന്ന പ്രൈവസി എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം ആപ്പ് ലോക്ക് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഫിംഗർ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കും. ഫിംഗർ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മുകളിൽ ഇത് ഓഫായിരിക്കും. അപ്പോൾ ഇതുപോലെ ഓഫായി കാണാൻ സാധിക്കുക. ഇനി ഇത് നിങ്ങളുടെ ഫോൺ ഇത് ഓഫാണെങ്കിൽ, നിങ്ങൾ ഫിംഗർ ലോക്ക് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഫിംഗർ ലോക്ക് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. അത് കൊടുത്ത് നിങ്ങൾ ഇതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഭാഗത്തൊരു ഓപ്ഷൻ കാണാം, ഷോ കണ്ടൻറ്റ് ഇൻ നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങളുടെ വാട്സപ്പ് കണ്ടൻറ്റ് മെസ്സേജുകൾ ഷോ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ആപ്പ് ലോക്ക് വേണ്ടെങ്കിൽ ഇതും കൂടെ ഓഫ് ചെയ്ത് കൊടുക്കുക. ആപ്പ് ലോക്ക് വേണ്ട ആളുകൾ അല്ലെങ്കിൽ ആപ്പ് ലോക്ക് ചെയ്യുന്ന ആളുകൾ ഇത് ഓപ്പൺ ചെയ്യുക. താഴെ രണ്ടാമത്തെ ഓപ്ഷൻ, ഏറ്റവും താഴെ ഓപ്ഷൻ ഈ ഷോ കണ്ടൻറ്റ് നോട്ടിഫിക്കേഷൻ എനേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനേബിൾ ആണെങ്കിൽ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഫിംഗർ ലോക്ക് ഉള്ള ആളുകളും ഫിംഗർ ലോക്ക് ചെയ്യാത്ത ആളുകളും ഇത് ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ ഈ രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മുടെ ഫോണിനകത്താണ്. ഫോണിനകത്ത് നിങ്ങൾ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഷോ കണ്ടൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഷോ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇനി ചില ഫോൺ ഷോ കണ്ടൻറ്റ് അല്ല എങ്കിൽ കണ്ടൻറ്റ് എന്ന് മാത്രം സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ കണ്ടൻറ്റ് എന്നാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ കണ്ടൻറ്റ് എന്ന് സെർച്ച് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഓരോ ഫോണിലും വ്യത്യസ്ത മാറ്റങ്ങളുണ്ടാകും. പക്ഷേ എല്ലാ ഫോണിലും ഈ സെറ്റിങ്സ് ഉണ്ട്. താഴെ കാണുന്ന ഭാഗത്ത് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് കാണും. ചില ഫോണിൽ ഇങ്ങനെയും കാണാം, ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാം. ഇവിടെ ഏറ്റവും മുകളിൽ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇത് രണ്ടാമത്തെ ഓപ്ഷൻ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻ ചോദിക്കും. ഒന്നാമത്തെ ഷോ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ കണ്ടൻറ്റ്, അതായത് നമ്മുടെ ആപ്പ് ഏത് ആപ്പിൽ നിന്നാണോ വന്നതെന്നും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിനകത്ത് കണ്ടൻറ്റ് എന്താണോ മെസ്സേജ് എന്താണോ അയച്ചിരിക്കുന്നത് അത് കാണാനുള്ള ഓപ്ഷനാണ്. ഞാനിവിടെ അതാണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പല ആളുകളും വായിച്ചു നോക്കാൻ കാരണമാകും. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്ന ഷോ ആപ്പ് ഓൺലി എന്നാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ആപ്പിൽ നിന്നാണ് വന്നത് എന്ന ഐക്കൺ മാത്രമേ കാണിക്കുള്ളൂ. വന്ന മെസ്സേജ് വായിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് രണ്ടാമത് കാണുന്ന ഷോ ആപ്പ് ഓൺലി എന്ന് വെക്കുന്നതാണ്. ഇനി അത് രണ്ടും കാണിക്കേണ്ട, നിങ്ങൾക്ക് ഏത് ആപ്പിൽ നിന്നാണോ മെസ്സേജ് വന്നതെന്നും എന്താണോ മെസ്സേജ് വന്നതെന്നും അറിയേണ്ടതാണെങ്കിൽ മൂന്നാമത്തെ ഡു നോട്ട് ഷോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിനകത്ത് ഒരു മെസ്സേജും കാണിക്കില്ല. എപ്പോഴാണോ ഫോൺ നിങ്ങൾ അൺലോക്ക് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ നിങ്ങളുടെ ഫോണിനകത്ത് മെസ്സേജുകൾ കാണിക്കുള്ളൂ. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന്, ഈ അവസാനം കാണുന്ന ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ മെസ്സേജുകൾ, നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ മറ്റാളുകൾ വായിക്കാതെ നിങ്ങൾക്കത് സേവ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.